മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇന്ന് പോകുന്നത്. ISL കലാശ പോരാട്ടത്തിൽ ഇന്ന് ബംഗളൂരു FC ATK മോഹൻ ബഗാൻ പോരാട്ടം. രാത്രി 7:30 ഗോവയിലെ ഫത്തേഡ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇപ്പോൾ ആൻസില വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ആൻസില, രണ്ടാം കിരീടം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ന് ഈ ബംഗളൂരു FC ഇറങ്ങുന്നത്. അതുപോലെ തന്നെ മോഹൻ ബഗാനും ഈ കാര്യത്തിൽ ഒട്ടും പിറകോട്ടല്ല എന്നുള്ളതാണ്. നിർണായകമായ മത്സരമാണ് ഇന്ന് 7:30 ഫത്തേഡ സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഏത് രീതിയിലായിരിക്കും ഇന്നത്തെ ഒരു കളി, എങ്ങനെ വിലയിരുത്താം? ഭദ്ര, ആവേശം ഒട്ടും കുറയാത്ത ISLന്റെ 9ാം സീസണിന്റെ കലാശ പോരാട്ടത്തിന് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് 7:30 ഫത്തോഡ സ്റ്റേഡിയത്തിൽ, ഗോവയിലെ ഫത്തോഡ സ്റ്റേഡിയത്തിൽ നിറഞ്ഞ കാണികളെ സാക്ഷിയാക്കി ATK മോഹൻ ബഗാനും ബംഗളൂരു FCയും ഏറ്റുമുട്ടുകയാണ്. രണ്ടാം കിരീടമാണ് ബംഗളൂരു FCയുടെ ലക്ഷ്യമെങ്കിൽ 4ാം കിരീടം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ATK മോഹൻ ബഗാൻ ഇന്ന് ഫത്തോഡ സ്റ്റേഡിയത്തിൽ ഇറങ്ങുന്നത്. നമുക്കറിയാം, ഇരു ടീമുകളും സെമിഫൈനലിൽ ഷൂട്ടൗട്ടിലൂടെയാണ് ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. സെമിഫൈനലിൽ ഷൂട്ടൗട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബംഗളൂരുവിൻ്റെ ഷൂട്ടൗട്ട് കടന്ന് അത് സഡൻ ഡെത്തിലേക്ക് നീങ്ങിയ ഒരു മത്സരമായിരുന്നു. മുംബൈ സിറ്റി FCയുമായി ആദ്യ നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈമിലുമെല്ലാം സമനില പാലിച്ച മത്സരത്തിൽ ഷൂട്ടൗട്ടും സമനിലയായി. അതിനുശേഷം സഡൻ ഡെത്തിലേക്ക് നീങ്ങിയ മത്സരത്തിൽ 9-8 മുംബൈ സിറ്റി FCയെ പരാജയപ്പെടുത്തിയാണ് ബംഗളൂരു FC കലാശ പോരാട്ടത്തിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ATK മോഹൻ ബഗാനും അതുപോലെ തന്നെ ഹൈദരാബാദ് FCയെ, നിലവിലെ ചാമ്പ്യന്മാരായ ഹൈദരാബാദ് FCയെ തകർത്ത് ആണ് ഫൈനലിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് മത്സരത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, പ്രതിരോധത്തിൽ ഊന്നി അതോടൊപ്പം തന്നെ മുന്നേറ്റ നിരയിൽ പ്രത്യാക്രമണങ്ങളിലൂടെ ഒരു മത്സരമാണ് ATK മോഹൻ ബഗാൻ കാഴ്ചവെക്കുന്നത്, നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മലയാളി താരം ആഷിഖ് കരുണിയൻ പരിക്ക് മാറി ഫൈനലിൽ ടീമിനൊപ്പം ചേരുന്നത് ATK മോഹൻ ബഗാൻ വലിയ രീതിയിലുള്ള കരുത്ത് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ 10 ഗോളടിച്ച് ദിമിത്രോസ് പെട്രറ്റോസ് ആണ് ATK മോഹൻ ബഗാന്റെ ടോപ്പ് സ്കോറർ. അതോടൊപ്പം തന്നെ ബംഗളൂരുവിന്റെ കാര്യം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, ബംഗളൂരു നമുക്കറിയാം, സീസണിലെ ആദ്യ മത്സരങ്ങളിലെല്ലാം പുറകോട്ട് വലിഞ്ഞു നിൽക്കുന്ന ഒരു ബംഗളൂരുവിനെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ മത്സരങ്ങളിൽ തുടർച്ചയായി ഒരു 10 മത്സരങ്ങളോളം തോൽവി അറിയാതെയാണ് ബംഗളൂരു ISL ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, അതിൽ പ്ലേ ഓഫിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സുമായി വിവാദ ഗോളിനടക്കം ഇടവരുത്തിയ മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ തോൽവി അറിയാതെ ഒരു 10 മത്സരങ്ങളിലൂടെ മുന്നേറി വരുന്ന ഒരു ബംഗളൂരു FCയെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സീസണിലെ ആദ്യ മത്സരങ്ങളിൽ കണ്ട ഒരു ബംഗളൂരു FC അല്ല പ്ലേ ഓഫിലും സെമി ഫൈനലിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ സുനിൽ ഛേത്രി പകരക്കാരനായിട്ട് ഇറങ്ങി ടീമിനെ വിജയത്തിലേക്ക് നയിക്കുന്ന അവരുടെ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയുടെ ഒരു മികവ് ബംഗളൂരു FCയുടെ ഈ കഴിഞ്ഞ തുടർച്ചയായ മത്സരങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. യാവി ഹെർണാണ്ടസ്, റോയ് കൃഷ്ണ, സുനിൽ ഛേത്രി, ഇവരെ 3 പേരും തന്നെയാണ് ബംഗളൂരു ആക്രമണത്തിന് തീർച്ചയായും നേതൃത്വം നൽകുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സീസണിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയത് ഓരോ തവണയാണ്. ഈ ഓരോ തവണയും ജയം ഇരുവർക്കും സ്വന്തമായിട്ടുണ്ടായിരുന്നു. ബംഗളൂരുവിൻ്റെ തട്ടകത്തിൽ അവരെ പരാജയപ്പെടുത്തിയാണ് ATK ജയിച്ചതെങ്കിൽ, ATKയുടെ തട്ടകത്തിൽ കൊൽക്കത്ത സാൾട്ട് സ്റ്റേഡിയത്തിൽ ATK പരാജയപ്പെടുത്തിയാണ് ബംഗളൂരു ഈ സീസണിൽ ATK തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ISLൽ ആകെയുള്ള ഇരു ടീമുകളുടെയും കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, 6 കളിയിൽ 4ലും ജയം ATKയുടെ ഒപ്പമാണ് എന്നതും ഈ ഫൈനലിൽ ATKക്ക് ബംഗളൂരുവിനെ നേരിടാൻ വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്നത് ഉണ്ട്. ബംഗളൂരു ആകെ ഒറ്റ മത്സരത്തിൽ മാത്രമാണ് ATKയോട് ജയിച്ചിട്ടുള്ളത്. അത് ഈ സീസണിൽ ATKയുടെ തട്ടകമായി സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ATKയെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു. ഒരു മത്സരം സമനിലയിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ മത്സരത്തിന്റെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, തീർച്ചയായും കണക്കുകളെല്ലാം മുൻതൂക്കം നൽകുന്നത് ATKയ്ക്കാണ്. എന്നാൽ ഈ കഴിഞ്ഞ 10 മത്സരങ്ങളിൽ തുടർച്ചയായി ജയിച്ച 10 മത്സരങ്ങളിലുടനീളം സെമിയിലായാലും പ്ലേ ഓഫിലായാലും മത്സരിച്ച ബംഗളൂരു FCയെ തീർച്ചയായും നമ്മൾ ഒട്ടും കുറച്ചു കാണാൻ പാടില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുനിൽ ഛേത്രി, യാവി ഹെർണാണ്ടസ്, റോയ് കൃഷ്ണ, ഇവരുടെ സഖ്യം തന്നെ വലിയ രീതിയിലുള്ള എതിരാളികൾക്ക് വലിയ രീതിയിലുള്ള ഭയം ഉടലെടുക്കുന്ന ഒന്നാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇരു ടീമുകളും ഗ്രൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കലാശ പോരാട്ടത്തിനായിട്ട്.
ഒൻപതാം സീസണിന്റെ കലാശ പോരാട്ടത്തിന് തിരി തെളിഞ്ഞിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിറഞ്ഞ ആരാധകരെ സാക്ഷിയാക്കിയാണ് ഗോവ ഫത്തോഡ സ്റ്റേഡിയത്തിൽ പോരാട്ടം ഇന്ന് ആരംഭിക്കുക. ഭദ്ര ആൻസില, അതുപോലെ തന്നെ കൊൽക്കത്തൻ ക്ലബിന്റെ ഒരു കന്നി കിരീടം സ്വന്തമാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇത്തവണത്തെ ഈ ഒരു മത്സരത്തിലുണ്ട്. കൊൽക്കത്തൻ ക്ലബ്ബ് ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഭദ്ര, കൊൽക്കത്തൻ ക്ലബിന്റെ ATK മോഹൻ ബഗാൻ ആയ ശേഷം ATK ലക്ഷ്യമിടുന്ന കന്നി കിരീടമാണ് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത ആയിരിക്കുമ്പോൾ ISL സീസണിൽ 3 കിരീടം കൊൽക്കത്തയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. അതിനുശേഷം ATK മോഹൻ ബഗാനുമായി ലയിച്ച് ATK മോഹൻ ബഗാൻ ആയ ശേഷമുള്ള ആദ്യ കിരീടമാണ് ഇപ്പോൾ ATK ലക്ഷ്യമിടുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രത്യാക്രമണത്തിൽ ഊന്നിയുള്ള ഒരു പ്രതിരോധ നിര ആണ് ATKയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ATK ഇതുവരെ ഈ സീസണിൽ 10 ഗോള് നേടിയപ്പോൾ 5 ഗോൾ മാത്രമാണ് നമ്മുടെ ബംഗളൂരുവിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കണക്കുകളുടെ കാര്യത്തിൽ ATK വലിയ രീതിയിലുള്ള ഒരു മുൻതൂക്കം ATKയ്ക്കുണ്ട്. നിലവിലെ ചാമ്പ്യന്മാരായ ഹൈദരാബാദിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തകർത്താണ് ATK ഫൈനലിൽ എത്തിയത് എന്നതും അവരുടെ ആത്മവിശ്വാസം ഒട്ടും കുറയ്ക്കുന്നില്ല. അതേസമയം ഈ ISL 9ാം സീസണിൽ ഉടനീളം 1ാം സ്ഥാനത്ത് നിന്നിട്ടുണ്ടായിരുന്ന മുംബൈ സിറ്റി FCയെ സെമി ഫൈനലിൽ പരാജയപ്പെടുത്തിയാണ് ഫൈനലിൽ എത്തിയെന്ന ബംഗളൂരുവിൻ്റെ വിശ്വാസവും ഒട്ടും കുറവല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഈ സീസണിൽ ആകെ 17 ഗോളുകൾ മാത്രമാണ് ATK മോഹൻ ബഗാൻ വഴങ്ങിയിരിക്കുന്നത്. ഇന്ന് ATKയുടെ പ്രതിരോധ നിരയും അതോടൊപ്പം തന്നെ ഗോളിയുടെയും മികച്ച ഗോളിയിലേക്കും തന്നെയാണ് ATK ആരാധകരെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. മികച്ച രീതിയിലുള്ള ഒരു മത്സരം തന്നെ ഇന്ന് ഫത്തോഡ സ്റ്റേഡിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഇരു ടീമുകളും വലിയ രീതിയിലുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെ അവരുടെ 4ാം കിരീടം സ്വന്തമാക്കാമെന്ന് ATK മോഹൻ ബഗാനും അതോടൊപ്പം തന്നെ 2ാം കിരീടം എന്ന ലക്ഷ്യവുമായി ബംഗളൂരു FC ഇറങ്ങുമ്പോൾ പോരാട്ടം തീ പാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണ്. ഇരു ടീമുകളും അവരുടെ ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ആരാധകർ എല്ലാം തന്നെ ഇരു ടീമുകളുടെയും ആരാധകർ സ്റ്റേഡിയത്തിൽ നിറഞ്ഞിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇരുവരുടെയും ഹോം ഗ്രൗണ്ടിൽ അല്ല മത്സരമെങ്കിലും അതിനെ വെല്ലുന്ന രീതിയിലുള്ള ആരാധകരാണ് ഇപ്പോൾ ഗോവ ഫത്തോഡ സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. ഭദ്ര, ശരി ആൻസില, ആവേശകരമായ പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ISLന്റെ കലാശ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബംഗളൂരു FC ATK മോഹൻ ബഗാൻ പോരാട്ടമാണ് നടക്കുന്നത്. ഗോവയിലെ ഫത്തോഡ സ്റ്റേഡിയമാണ് അതിന് സാക്ഷ്യം വഹിക്കുന്നത്. ബംഗളൂരു 2ാം കിരീടം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ന് കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അതേസമയം തങ്ങളുടെ 4ാം ISL കിരീടമാണ് ATK മോഹൻ ബഗാന്റെ ലക്ഷ്യം. വിശദാംശങ്ങൾ സ്പോർട്സ് ഡെസ്കിൽ നിന്നും ആൻസിലയാണ് നൽകിയത്.